നമ്മൾ ഈ ഒരു ടെക് വേൾഡിൽ നമ്മൾ അധികം ആരും അന്വേഷിക്കാത്തത് എന്നാൽ ചില പ്രത്യേക സാഹചര്യങ്ങളിൽ നമുക്ക് അത്യാവശ്യമായിട്ട് വരുന്ന ഒരു കാര്യമാണ് PDF എഡിറ്റേഴ്സ്. ഒരു PDF എഡിറ്റ് ചെയ്യുക എന്ന് പറയുന്നത് അത്ര സിമ്പിളായിട്ടുള്ള കാര്യമല്ല. നമുക്ക് ധാരാളം PDF എഡിറ്റേഴ്സ് അവൈലബിൾ ആണ്. എന്നാൽ ഞാൻ ഇന്ന് പരിചയപ്പെടുത്തുന്നത് AFSoft എന്ന് പറയുന്നത് PDF എഡിറ്ററാണ്. ഇതിൻ്റെ പ്രത്യേകത ഇതൊരു AI പവേർഡ് ആയിട്ടുള്ള PDF എഡിറ്ററാണ്. ഈ ഒരു AIയുടെ സഹായത്തോടെ നിങ്ങൾ കൊടുക്കുന്ന ഏത് PDFിൻ്റെയും കണ്ടന്റ് ഫുള്ളി സമ്മറൈസ് ചെയ്ത് നമുക്ക് ഏറ്റവും എളുപ്പത്തിൽ ലഘൂകരിച്ച് തരുന്ന ഒരു ഫംഗ്ഷനാലിറ്റി ഇതിലുണ്ട്. അതോടൊപ്പം മറ്റ് PDF എഡിറ്റേഴ്സിലുള്ള പോലെ ടെക്സ്റ്റുകളും കണ്ടന്റ് റിമൂവ് ചെയ്യാനും ആഡ് ചെയ്യാനും ഇമേജ് ആഡ് ചെയ്യാനും നിങ്ങളുടെ സിഗ്നേച്ചർ OCR ഇങ്ങനെയുള്ള സകല കാര്യങ്ങളും AFSoft PDF എഡിറ്ററിലുണ്ട്. അപ്പോൾ ഇതാണ് AFSoftൻ്റെ വെബ്സൈറ്റ്. ഇതുപോലത്തെ വിൻഡോസും മാക് യൂസേഴ്സിനും ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കുന്നതാണ്. താഴത്തേക്ക് സ്ക്രോൾ ചെയ്യുമ്പം ഇത് നിങ്ങൾ യൂഷ്വലി കാണുന്ന PDF ആപ്ലിക്കേഷൻ പോലെയല്ല. ഇതിൻ്റെ പ്രൈം ഹൈലൈറ്റ് ഫീച്ചറാണ് AFSoft AI ഫംഗ്ഷനാലിറ്റി ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ നമുക്ക് PDF ഉപയോഗിച്ചുകൊണ്ട് ഓർഗനൈസ് ചെയ്യാം, അനോട്ട് ചെയ്യാം, എഡിറ്റ് ചെയ്യാം, OCR, റീഡ്, കൺവേർഷൻ അങ്ങനെ സകല കാര്യങ്ങളും നമുക്ക് ഈ ഒരു സോഫ്റ്റ്വെയർ ഉപയോഗിച്ചുകൊണ്ട് സാധിക്കുന്നതാണ്. ഇനി AFSoft PDF ആപ്ലിക്കേഷനിലേക്ക് തന്നെ പോകുമ്പോൾ ഇതാണ് സോഫ്റ്റ്വെയറിൻ്റെ യൂസർ ഇൻ്റർഫേസ്. ഇതിൻ്റെ സൈഡിൽ നമുക്ക് ഫയൽ ഓപ്പൺ ചെയ്യാനും ഇപ്പം കറൻ്റ് വർക്ക് ചെയ്യുന്ന ഫയൽസ് നമുക്ക് ആഡ് ചെയ്യാനും അതിനുള്ള ഓപ്ഷൻസ് എല്ലാം തന്നെ നമുക്ക് കാണാൻ സാധിക്കുന്നു. ഏറ്റവും താഴെ നമുക്ക് ടൂൾ ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. അതിൽ നമുക്ക് PDF ക്രിയേറ്റ് ചെയ്യാൻ ഏറ്റവും താഴത്തേക്ക് സ്ക്രോൾ ചെയ്യുമ്പോൾ PDF ക്രിയേറ്റ് ചെയ്യാൻ, കൺവേർട്ട് ചെയ്യാൻ പല ഓപ്ഷൻസിലേക്ക് നിങ്ങൾക്ക് കൺവേർട്ട് ചെയ്യാം, PDF എഡിറ്റ് ചെയ്യാൻ, OCR ആൻഡ് ഇതിൻ്റെ പ്രൈമറി ഫീച്ചറാണ് PDF. അതായത് ഒരു PDF നിങ്ങൾ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ AIയുടെ സഹായത്തോടെ ആ ഒരു ഡോക്യുമെൻറ്റിലുള്ള സകല കണ്ടൻറ്റിനെയും നിങ്ങൾക്ക് സമ്മറൈസ് ചെയ്യാൻ സാധിക്കും എന്നുള്ളത്. ഞാൻ ഒരു PDF സെലക്ട് ചെയ്തു ഓപ്പൺ കൊടുത്തു കഴിയുമ്പോൾ നിങ്ങൾക്കിവിടെ കാണാം ഈ ഒരു AI സഹായത്തോടെ നമുക്ക് ഡോക്യുമെൻറ്റ് ഇതിൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന ആ ഒരു PDFനെ സമ്മറൈസ് ചെയ്യാൻ സാധിക്കും. വളരെ പെട്ടെന്ന് തന്നെ സമ്മറൈസ് ചെയ്യാൻ സാധിക്കും. സോ സ്റ്റാർട്ട് നിങ്ങൾ കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ ഒരു ടേംസ് ആൻഡ് കണ്ടീഷൻസ് വരും. എഗ്രി കൊടുത്തു കഴിയുമ്പോൾ നിങ്ങൾക്കിവിടെ കാണാം വൺസ് അപ്ലോഡ് ആയി കഴിയുമ്പോൾ എന്താണ് ഈ ഒരു PDF സമ്മറി എന്നുള്ളത് നമുക്ക് കൃത്യമായിട്ട് AIയുടെ സഹായത്തോടെ അറിയാൻ അല്ലെങ്കിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. ഇതിൽ നമുക്ക് ചാറ്റ് ചെയ്തുകൊണ്ട് തന്നെ AIയോട് നമ്മൾ കൊടുത്തിരിക്കുന്ന കാര്യങ്ങളെ പറ്റിയുള്ള വിവരങ്ങൾ അറിയാൻ സാധിക്കുന്നതാണ്. വൺസ് നമ്മളൊരു PDF ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഏറ്റവും ടോപ്പിൽ നമുക്ക് ഹോം, എഡിറ്റ്, കമൻറ്റ്, കൺവേർട്ട്, വ്യൂ, പേജ് ഇങ്ങനെയുള്ള കുറച്ച് ഓപ്ഷൻസാണ് കൊടുത്തേക്കുന്നത്. ഇതിൽ ഹോമിൽ ലെഫ്റ്റ് സൈഡിലായിട്ട് നമുക്ക് ഇമേജസ് അല്ലെങ്കിൽ ഈ ഒരു PDF ഓരോ തംബ്നെയിലായിട്ട് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നതാണ്. ഓരോ തംബ്നെയിലും നമുക്ക് ഇവിടെ നിന്ന് സെലക്ട് ചെയ്യാൻ സാധിക്കും. ഇനി ബുക്ക് മാർക്ക് ചെയ്യുന്ന ഓപ്ഷൻസോ അല്ലെങ്കിൽ പേജസും നമുക്കിവിടെ കാണാം. ഇനി നമ്മൾ എന്തെങ്കിലും കമൻറ്റുകൾ ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതും നമുക്കിവിടെ വളരെ എളുപ്പത്തിൽ ആക്സസ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇനി എഡിറ്റിലേക്ക് പോയി കഴിയുമ്പോൾ നമുക്കിവിടെ കാണാം ടെക്സ്റ്റുകൾ ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു എഡിറ്റ് ഓപ്ഷൻ ഉപയോഗിച്ചാണ് ചെയ്യാൻ സാധിക്കുന്നത്. അപ്പോൾ ഞാനിപ്പം ഇതിൽ കൊടുത്തിരിക്കുന്ന കംപ്ലീറ്റ് ആ ഒരു PDF പേജ് അല്ലെങ്കിൽ കാര്യത്തിനെ തന്നെ എനിക്ക് എഡിറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇത് ഉപയോഗിച്ചുകൊണ്ട് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇനി അതല്ല നിങ്ങൾക്കൊരു ടെക്സ്റ്റ് തന്നെ ആഡ് ചെയ്യാനാണെന്നുണ്ടെങ്കിൽ അടുത്ത ഓപ്ഷൻ ആയിട്ടുള്ള ആഡ് ടെക്സ്റ്റിൽ പോയിട്ട് നിങ്ങൾക്കിവിടെ ടൈപ്പിംഗ് ചെയ്ത് കൊടുക്കാം. എന്ത് കാര്യങ്ങളും ആ ഒരു PDFിലേക്ക് ആഡ് ചെയ്യാൻ സാധിക്കുന്നതാണ്. എഡിറ്റ് കഴിഞ്ഞാൽ പിന്നെ ഉള്ളത് നമുക്ക് കമൻസ് ആണ്. കമൻസിൽ നമുക്കറിയാം യൂഷ്വലി കാണുന്ന ഹൈലൈറ്റ്, നമുക്ക് ടെക്സ്റ്റ് ഹൈലൈറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിന് സാധിക്കും. അതിൽ ഡിഫറെൻറ്റ് കളർ ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. പിന്നെ അണ്ടർലൈൻ, സ്ട്രൈക്ക് ത്രൂ, ടിൽഡ് ആൻഡ് സ്റ്റിക്കേഴ്സ് നമുക്ക് ഇതിനകത്ത് അത്യാവശ്യമുണ്ട്. ആ സ്റ്റിക്കേഴ്സൊക്കെ ഇതിലേക്ക് ഇങ്ങനെ ആഡ് ചെയ്ത് അതിനെ റീസൈസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ ചെയ്യാൻ സാധിക്കും. ഇനി അണ്ടർലൈൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിനും കളർ പാലറ്റ് ഓപ്ഷൻ ഇവിടെ ഉണ്ട്. നിങ്ങൾക്ക് ജസ്റ്റ് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ എല്ലാ കാര്യങ്ങളും ചെയ്യാൻ സാധിക്കുന്നതാണ്. പിന്നെയുള്ളത് കൺവേർട്ടാണ്. ഇതിൽ നമുക്ക് PDFിനെ നമ്മളിപ്പം യൂസ് ചെയ്യുന്ന അല്ലെങ്കിൽ വർക്ക് ചെയ്യുന്ന PDFിനെ കൺവേർട്ട് ടു വേർഡ് എന്നുള്ളതാണെങ്കിൽ നമുക്ക് കൺവേർട്ട് ചെയ്യാൻ സാധിക്കും. എക്സലിലേക്കും പവർ പോയിൻറ്റിലേക്കും ഇമേജിലേക്കും നിങ്ങൾക്ക് വളരെ സിമ്പിളായിട്ട് തന്നെ കൺവേർട്ട് ചെയ്യാൻ സാധിക്കും ഈ ഒരു ആപ്ലിക്കേഷൻ്റെ സഹായത്തോടെ. വ്യൂവിൽ ആസ് യൂഷ്വൽ നമുക്ക് ഫുൾ സ്ക്രീൻ, പിന്നെ സിംഗിൾ പേജ് സ്ക്രോളിംഗ് ഓപ്ഷനും മൾട്ടിപ്പിൾ രീതിയിൽ പേജുകൾ വ്യൂ ചെയ്യാനുള്ള ഓപ്ഷനും നമ്മൾ ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ വർക്ക് ചെയ്യുന്ന PDFിൻ്റെ ഒരു ബേർഡ്സ് ഐ വ്യൂ ലഭിക്കുന്നതാണ്. ഇതോടൊപ്പം തന്നെ ഈ ഒരു ആപ്ലിക്കേഷൻ്റെ ഏറ്റവും ടോപ്പ് റൈറ്റ് കോർണറിൽ AI ഫീച്ചേഴ്സിൻ്റെ ആക്സസ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അതിൽ നിങ്ങൾ സെലക്ട് ചെയ്താൽ ഡയറക്റ്റ് AFSoft AIയുമായിട്ട് നമുക്ക് സംസാരിക്കാൻ ഇവിടുന്ന് ഡയറക്റ്റ് ചാറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. വൺസ് നിങ്ങളുടെ PDF കറക്റ്റ് ചെയ്തതിന് ശേഷം നിങ്ങൾക്കിത് എക്സ്പോർട്ട് ചെയ്യാൻ എക്സ്പോർട്ട് ഓപ്ഷനിൽ ഏത് ഓപ്ഷൻസിലും ഇത്രയധികം ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഏത് ഓപ്ഷൻസിലേക്ക് വേണമെങ്കിലും നിങ്ങൾക്ക് നിങ്ങളുടെ PDF എക്സ്പോർട്ട് ചെയ്യാൻ സാധിക്കുന്നതാണ്. പിന്നുള്ളതാണ് OCR. ഈ ഒരു ഫീച്ചർ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഡോക്യുമെൻറ്റുകൾ എഡിറ്റബിൾ ടെക്സ്റ്റ് ആക്കി മാറ്റാൻ സാധിക്കും. ജസ്റ്റ് അതിൽ സെലക്ട് ചെയ്യുക, ഒരു PDF നമ്മൾ ഇവിടെ നിന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇവിടെ ഇതുപോലത്തെ ഒരു പോപ്പപ്പ് വരും. അതിൽ 2 ഓപ്ഷൻസ് ഉണ്ട്, സ്കാൻ ടു എഡിറ്റബിൾ ടെക്സ്റ്റ്, അതുപോലെ തന്നെ സ്കാൻ ടു സെർച്ചബിൾ ടെക്സ്റ്റ് ഇൻ ഇമേജ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഏത് പേജാണ്, അപ്പം എത്ര പേജ് ഉണ്ട് അല്ലെങ്കിൽ ഓൾ പേജ്, കറണ്ട് പേജ് അങ്ങനെ കസ്റ്റമൈസ് ചെയ്യാൻ സാധിക്കും.
ദെൻ ലാംഗ്വേജ് റെക്കഗ്നൈസ് ചെയ്യേണ്ടത് ഇംഗ്ലീഷാണ്. ജസ്റ്റ് പെർഫോം. അപ്പോൾ നമുക്ക് വേണ്ടത് കറണ്ട് പേജ് അല്ല, ഞാനിപ്പോൾ താഴത്തേക്കൊന്ന് സ്ക്രോൾ ചെയ്യുവാണെന്നുണ്ടെങ്കിൽ ഈ ഒരു പേജ് എനിക്ക് എഡിറ്റ് ചെയ്യണം. ഓക്കെ, ഈ ഒരു പേജാണ് ഞാൻ എഡിറ്റ് ചെയ്യാൻ പോകുന്നത്. എഡിറ്റ് ഓപ്ഷനിൽ പോകുന്നു. ഇവിടെ നമുക്ക് കാണാം, എനിക്കിത് ടൈപ്പ് ചെയ്ത് ഇവിടെ പുതിയ കാര്യങ്ങൾ ആഡ് ചെയ്ത് കൊടുക്കാൻ സാധിക്കും. എന്ത് വേണമെങ്കിലും നമുക്ക് ഇവിടെ നിന്ന് ഡിലീറ്റ് ചെയ്യാനും റിമൂവ് ചെയ്യാനും ആഡ് ചെയ്യാനും ഓൾട്ടർ ചെയ്യാനും സാധിക്കുന്നതാണ്. ഇതൊരു പെയ്ഡ് ആപ്ലിക്കേഷനാണ്. അപ്പോൾ AFS Soft എന്ന് പറയുന്ന ഈ ഒരു PDF എഡിറ്റർ നിങ്ങൾക്ക് ഉപകാരപ്പെടും എന്നുണ്ടെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ലിങ്ക് കൊടുത്തേക്കാം. അവിടെ പോയി നിങ്ങൾക്ക് ഇത് ട്രൈ ചെയ്ത് ഇഷ്ടപ്പെടും അല്ലെങ്കിൽ യൂസ്ഫുൾ ആകും എന്നുണ്ടെങ്കിൽ ഇത് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഈ വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായിട്ടും പോയി നമ്മുടെ ലൈക്ക് ബട്ടൺ സ്മാഷ് ചെയ്യുക. വൺസ് അഗൈൻ ദിസ് ഇസ് മീ മിലൻ. Catch you guys in the next video. Till then, peace.